കുഞ്ഞ പ്രായത്തില് സാരി കൊടുത്തോണ്ട് ആരാ? അയ്യോ ഇത് ലച്ചു ചേച്ചിയാണോ? ലച്ചു ചേച്ചി അല്ല, ലച്ചുമ്മ. ലച്ചുമ്മ, സോറി. ലച്ചുമ്മയുടെ മുടി ഒറിജിനൽ ഹെയർ ആണ് എന്റെ പോലെ. എനിക്ക് കുറച്ച് മുടി കാണിക്കല്ലോ. ഓ, എങ്ങനെ മെടഞ്ഞ് ഇട്ടേക്കണ കണ്ടില്ലേ? പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം പറയട്ടെ? നല്ല വിശേഷം. എന്നാലും മറ്റേ കുട്ടിയായിട്ട് അടികൂടിയെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാണ്. ആരാണോ? താരക്കുട്ടി. ഓ, ഇപ്പൊ എന്താ പ്രശ്നം? പറയത്തില്ല അവള്. കമ്പനിയായിരുന്നു. എപ്പോഴും അമ്മമാരാ പറ്റിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് കാണിച്ചതാ. അടി കൂടുന്നതായിട്ട് ഇവര് അഭിനയിച്ചു. ഡ്രാമ കാണിച്ചാണല്ലേ? ഡ്രാമ കാണിച്ച. ഇപ്പൊ നിലവിലിപ്പോ താരക്കുട്ടിയായിട്ട് പണക്കത്തിലാണോ? ആര്? ഇജോക്കുട്ടനോ? താരക്കുട്ടി എന്ന് പറഞ്ഞ അവന്റെ ജീവനാ. അതെ, അവനെ ഞാൻ മിസ് ചെയ്യുവാ. മിസ് യു. ശരി, ഏത് പാട്ടാ പാടുന്നേ? വിരലൊന്നില്ലെങ്കിലും വീരാനല്ലേ. ഇജോക്കുട്ട മതിയെന്നോ? അതാണ്. ഇജോക്കുട്ടെ മിസ് ചെയ്യുന്നോണ്ട്, മിസ് യു ആയതുകൊണ്ട്, അതുകൊണ്ട് മനപ്പൂർവ്വം എടുത്തോണ്ടെന്ന പാട്ടാണ്. ശരിയാ. ഇത് കുഞ്ഞു വീരനല്ലെങ്കിൽ അവൻ വെറുതെ കാണിക്കുന്ന അല്ലേ? ടോ എന്ന് കാണിച്ചോണ്ടേ വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഇജോക്കുട്ടൻ മാത്രം മതി. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഇജോക്കുട്ടൻ മാത്രം മതി. ഭർത്താവ് നിങ്ങൾ മതി. പിന്നെന്താ ബാക്കി? ഒരു മുഴം തുണി വാങ്ങി തന്നാൽ മതി. തരാറില്ലേ ചോക്കൂട്ടൻ? നാളെ കൊടുത്തല്ലോ. നാളെ ഒരു മുഴുവൻ തുണി വാങ്ങിച്ചു കൊടുത്തല്ലോ. അത് ശരി, അങ്ങനെ മനഃപൂർവ്വം എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ചെയ്യുമ്പോഴത്തേക്ക് അവന് വേണ്ടി ഒരു പാട്ട് സമർപ്പണം അല്ലേ? എന്തായാലും നമ്മൾ ഇജോക്കുട്ടന് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ, മിസ് യു ആ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇജോക്കുട്ടൻ. ലച്ചൂട്ടി, എന്തോ മോക്ക് ഇതിന്റെ അർത്ഥം അറിയാവോ ഈ പാട്ടിന്റെ? ഇല്ല, അറിയാത്ത നല്ലത്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനൊരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടോന്ന് സംശയമാണ്. ഇവിടെ ഞങ്ങൾ അതിന്റെ ചർച്ചയായിരുന്നു. അത് ഒരു ചെറിയ കഷ്ണം തുണി വാങ്ങിച്ചു കൊടുത്താൽ മതി. ഒരു മുഴം. പിന്നെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലാത്ത അതൊക്കെയാണ്. ഇതാണ് എന്തൊക്കെയാണ് ഭർത്താവ് നിങ്ങൾ മതി. പിന്നെ പഷ്ണിയാണേലും ഭക്ഷണം വാങ്ങിച്ചു തന്നില്ലേലും നിങ്ങൾ മതി ഭർത്താവ്. ഇങ്ങനെ ആരെങ്കിലും പറയോ? ഞാൻ പറയത്തില്ല, അല്ല ഞാൻ തന്നെ വാങ്ങിക്കുന്നോ. ശരി മക്കളെ, നല്ല രസമായിരുന്നു കേട്ടോ. താങ്ക് യു. ആരാ പഠിപ്പിച്ചെന്നേ? അപ്പൊ ഇവിടുന്ന് എന്തൊക്കെയാ പഠിക്കണേ? ഇവിടെ വന്നാ കൊറേ നേരം കളിക്കും. ആദ്യം വന്ന ഉടനെ കളിക്കും അല്ലേ? കളിച്ച് പിന്നെ പാട്ട് പഠിക്കും, പിന്നെ കളിക്കും. ഇവാൻകുട്ടൻ ഇപ്പൊ എവിടെ? ഇവാൻകുട്ടനെ പറ്റി കൊറേ കേട്ടു. എവിടെ? പനിയാ. അയ്യോ, കാണാൻ പോയില്ലേ? ഇല്ല. അത് വേണ്ടായിരുന്നോ? കുറച്ച് ഓറഞ്ച് മുന്തിരിങ്ങ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് നേരെ ഒരു സഞ്ചിക്കകത്തിട്ടങ്ങ് പോണ്ടായിരുന്നു നാട്ടില്. എന്നെ പോവാഞ്ഞല്ലേ? ഞാൻ അറിഞ്ഞത് താരക്കുട്ടി പോയി എന്ന് അറിഞ്ഞു കേട്ടോ. അവന് എന്റെ വീട്ടിലോട്ട് വരെ. താരക്കുട്ടി പോയോ? ഇനി താരക്കുട്ടി ദിവസം പറയില്ലേ എന്റെ വീട്ടിലോട്ടും അവന്റെ വീട്ടിലോട്ടും വരുന്നു. പക്ഷെ അവന്റെ വീട്ടിൽ പോയി ഇപ്പൊ ഓൾറെഡി മുന്തിരി ഓറഞ്ച് ഒക്കെ ആയിട്ട് പോയി. അതെ, ലച്ചുകുട്ടിയോട് പറയാതെ പോയതാ. ഈ പനി സമയത്ത് പാല് ഞാനോ താരേ ഇജോക്കുട്ടനെ പരിച്ചിട്ട് ഭദ്രന്റെ സ്കൂളിൽ പോയി. അയ്യോ, എനിക്ക് ഇവാൻകുട്ടിയെ കണ്ടേ തീരൂ. അടുത്ത പ്രാവശ്യം വിളിച്ചോണ്ട് ഞാൻ ഉള്ളപ്പോ തന്നെ സുജു ആന്റിക്ക് കാണുന്ന വളരെ 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 ആഗ്രഹം. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം വരണം. കൊണ്ടെണ്ണട്ടോ.